വഖഫ് നിയമ ഭേദഗതിയിലെ JPC റിപ്പോർട്ടിന് പാർലമെന്റിന്റെ അംഗീകാരം. ഏകപക്ഷീയമായി തയ്യാറാക്കിയെന്ന പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടെയാണ് വഖഫ് നിയമ ഭേദഗതിയിലെ JPC റിപ്പോർട്ടിന് പാർലമെന്റിന്റെ അംഗീകാരം. ലോക്സഭയിലും രാജ്യസഭയിലും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ സഭാധ്യക്ഷന്മാർ രൂക്ഷമായി വിമർശിച്ചപ്പോഴും പ്രതിഷേധം ശക്തമായതോടെ പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പ് റിപ്പോർട്ടിന്റെ ഭാഗമാക്കണമെന്ന് അമിത്ഷാ സമ്മതിച്ചു. റിപ്പോർട്ട് തിരിച്ചയക്കണമെന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. എന്നാൽ ഖാർഗെ കള്ളം പറയുകയാണെന്ന് സഭാ നേതാവ് JP നദ്ദയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും തിരിച്ചടിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ അവഗണിച്ച് അധ്യക്ഷൻ ജഗദീപ് ധൻകർ റിപ്പോർട്ട് അംഗീകരിച്ചു. JPC ചെയർമാൻ കൂടിയായ ജഗദാംബിക പാൽ MPയാണ് റിപ്പോർട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഒടുവിൽ പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പുകൾ റിപ്പോർട്ടിന്റെ ഭാഗമാക്കാമെന്ന് അമിത്ഷാ ഉറപ്പു നൽകി. പ്രതിപക്ഷം നിർദ്ദേശിച്ച 40-ലേറെ ഭേദഗതികൾ തള്ളിയ സംയുക്ത പാർലമെന്ററി സമിതി ഭരണപക്ഷം കൊണ്ടുവന്ന 15 ഭേദഗതികൾ അംഗീകരിച്ചാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ട് അംഗീകരിച്ച പശ്ചാത്തലത്തിൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് മാർച്ച് 10-ന് തുടങ്ങുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ അടുത്ത ഘട്ടത്തിൽ പാസാക്കും. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ടാണ് രാജ്യസഭ വലിയ ബഹളങ്ങൾക്കിടയിലും വഖഫ് JPC റിപ്പോർട്ട് അംഗീകരിച്ചത്. വഖഫ് ഭേദഗതി ബില്ലിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പാർലമെന്റിലെ ഇരുസഭകളും നിർത്തിവച്ചിരുന്നു. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ബില്ലിനെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളിലും കടുത്ത പ്രതിഷേധ ബഹളങ്ങൾ അരങ്ങേറുന്നതിനിടെയാണ് സർക്കാർ മുന്നോട്ട് വെച്ച 5 ഭേദഗതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബില്ല് അംഗീകരിക്കുന്നത്. മൊത്തം 40 ഭേദഗതികളുമായാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിലെത്തിയത്. ലോക്സഭയിലും രാജ്യസഭയിലും അത് അവതരിപ്പിക്കാനായിരുന്നു നീക്കം. പ്രഥമ നടപടിക്രമങ്ങളിലേക്ക് കടന്നയുടൻ തന്നെ പ്രതിപക്ഷം പ്രതിഷേധ ബഹളങ്ങൾ ആരംഭിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളകൾ അടക്കം സ്തംഭിച്ചതോടെ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലെത്തി. 11:20 വരെ രാജ്യസഭ നിർത്തിവെക്കേണ്ടി വന്നു. 2 മണിവരെ ലോക്സഭ നിർത്തിവെക്കാൻ സ്പീക്കറും നിർദ്ദേശിക്കുകയായിരുന്നു. ഭേദഗതി ബില്ലിനെ ചൊല്ലി പാർലമെന്റിലെ ഇരുസഭകളും ഒരേ ദിവസം ബില്ല് കൊണ്ടുവന്ന് പാസാക്കാനുള്ള നീക്കമായിരുന്നു നടന്നത്. രാജ്യസഭയിൽ ബില്ല് കൊണ്ടുവന്നപ്പോൾ ഏകപക്ഷീയമായാണ് ബില്ല് അവതരിപ്പിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ട് രാജ്യസഭാ അധ്യക്ഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് BJPയുടെ മേധാവിശ്രാം കുൽക്കർണി ബില്ല് അധ്യക്ഷന്റെ മേശപ്പുറത്ത് വയ്ക്കുകയായിരുന്നു. രാഷ്ട്രപതിയുടെ അനുമതിയോടുകൂടിയാണ് നടപടികൾ തുടരുന്നതെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ പ്രതിപക്ഷത്തെ അറിയിച്ചുകൊണ്ടാണ് നടപടികൾ തുടർന്നത്.